ഒടുവിൽ പാലായിൽ ജോസിന്റെ സമ്മർദ്ദത്തിന് CPM കീഴ്പ്പെട്ടു. ജോസിൻ ബിനുവിനെ സ്ഥാനാർത്ഥിയാക്കാൻ ഏരിയ കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായി. ബിനു പുളിക്കക്കണ്ടത്തെ സ്ഥാനാർത്ഥിയാക്കരുത് എന്ന ജോസ് കെ മാണിയുടെ നിർദ്ദേശം CPM അംഗീകരിക്കുകയായിരുന്നു. സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം ഏരിയ കമ്മിറ്റി യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ശ്രീജിത്താണ് ചേരുന്നത്. ശ്രീജിത്ത്, സാധാരണഗതിയിൽ CPM ഇങ്ങനെ ഘടകകക്ഷികളുടെ വാശിക്ക് വഴങ്ങാറില്ല. ഓരോ പാർട്ടിയിൽ നിന്നും ആരാവണം ചെയർമാൻ അല്ലെങ്കിൽ ആരാവണം എന്ന് തീരുമാനിക്കേണ്ടത് ആ പാർട്ടിയാണ്. CPMന്റെ ഒരു നേതാവിനെ പറ്റില്ല എന്ന് ജോസ് കെ മാണി പറയുകയും വാശി പിടിക്കുകയും ചെയ്യുമ്പോൾ ഒടുവിൽ ജോസ് കെ മാണിക്ക് CPM വഴങ്ങുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? കിരൺ കൃത്യമായി പറഞ്ഞ പോലെ തന്നെ CPMന് അങ്ങനെ ഒരു ചരിത്രമില്ല. അങ്ങനെ വല്ലാതെ വഴങ്ങിയൊന്നും പോകുന്ന ചരിത്രമില്ല. പല സീറ്റുകളും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ CPM പല ഘടകകക്ഷികളുടെയും എടുക്കുന്ന ചരിത്രവും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്ന ഒരു CPM ഇല്ല. പക്ഷേ പാലയിൽ നമ്മൾ അങ്ങനെ ഒരു CPMനെ കൂടി കാണുകയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. പ്രത്യേകിച്ച് ജോസ് കെ മാണി വിഭാഗം വന്ന ശേഷം മധ്യകേരളത്തിൽ CPMനും കൂടിയുണ്ടായ ഗുണം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്തുണ്ടായ ഗുണം, ഇതെല്ലാം പരിഗണിക്കുമ്പോൾ ജോസ് കെ മാണി വിഭാഗത്തെ കളയാൻ ഒരു ലെവലേശം പോലും പിണക്കാൻ തങ്ങൾ തയ്യാറല്ല എന്ന് വളരെ കൃത്യമായി വ്യക്തമാക്കിയാണ് CPM. അതിൽ ഏറ്റവും അപ്പുറത്തുള്ള കഥ, CPMന്റെ ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ഒരേ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു ഉണ്ടായിരുന്നത്. അത് ബിനു പുളിക്കക്കണ്ടമായിരുന്നു. അങ്ങനെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ആൾ പോലും വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് CPM എത്തുമ്പോൾ CPM അപ്പുറത്തുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് ജോസ് കെ മാണിക്ക് അത്രയധികം വില തൽക്കാലത്തേക്കെങ്കിലും നൽകുന്നു എന്ന് വളരെ കൃത്യമായ ഒരു സന്ദേശം കൂടിയാണ് പാലാ നഗരസഭാ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നത്. സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശമാണ് ഇവിടെ കൃത്യമായി പാലിക്കപ്പെട്ടത്. സംസ്ഥാന നേതൃത്വത്തിന് മുന്നിലാണ് ജോസ് കെ മാണി ബിനു പുളിക്കക്കണ്ടത്തിനെതിരെ പരാതിയുമായി പോയത്. ആ പരാതി വിജയം കാണുകയായിരുന്നു. സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം ഏരിയ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ആ ഏരിയ കമ്മിറ്റിയിലാണ് ഇത് സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനം ഉണ്ടായത്. അതിപ്പോൾ നടക്കുന്ന അല്പസമയം മുമ്പ് ആരംഭിച്ച പാർലമെന്ററി പാർട്ടി യോഗത്തിലും അത് റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. അങ്ങനെ ഫലത്തിൽ അങ്ങനെ ഈ ബിനു പുളിക്കക്കണ്ടത്തിന്റെ സാധ്യത അവിടെ അവസാനിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ജോസിൻ ബിനു 2ാം വാർഡ് അംഗമാണ്, സ്വതന്ത്ര അംഗമാണ്. പാലയെ സംബന്ധിച്ച പല സാമുദായിക വിഷയങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ജോസിൻ ബിനുവിനെ പരിഗണിച്ചത്. ആദ്യം സിജിയെ പരിഗണിച്ചു, അതിനുശേഷം ബിന്ദു മനുവിനെ പരിഗണിച്ചു. പക്ഷെ അതിനെല്ലാം അപ്പുറത്തേക്ക് ജോസിൻ ബിനോ എന്ന പേരിലേക്ക് CPM എത്തുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ബിനു പുളിക്കക്കണ്ടമല്ലാതെ മറ്റാരെയും അംഗീകരിക്കും എന്ന നിലപാടായിരുന്നു കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് ഉണ്ടായിരുന്നത്. അത് ഏതാണ്ട് ഫലപ്രദമായി നടപ്പാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എന്തായാലും ബിനു പുളിക്കക്കണ്ടം പാർട്ടി അംഗമാണ്. അതുകൊണ്ട് ഇനി മറ്റു പ്രതിഷേധങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ബിനു പുളിക്കക്കണ്ടവുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെയും പറയുന്നത്. പാർട്ടി തീരുമാനം എന്താണോ അതങ്ങ് അനുസരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്ന് ബിനു പുളിക്കക്കണ്ടം പറയുന്നുണ്ട്. എന്തായാലും നേതാക്കളുടെ പ്രതികരണങ്ങൾ ഇനി വരാനുണ്ട്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KM രാധാകൃഷ്ണൻ ഇപ്പോൾ പാർലമെന്ററി പാർട്ടി യോഗത്തിന് നേതൃത്വം നൽകാനും ഇക്കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാനും അദ്ദേഹവും പാലയിൽ എത്തിയിട്ടുണ്ട്. 10:00 ജോസിൻ ബിനോ പത്രിക നൽകും. 11 മണിക്ക് തെരഞ്ഞെടുപ്പ് നടക്കും. എന്തായാലും 17 അംഗങ്ങളുടെയും വോട്ടുറപ്പിക്കാനാകുമോ എന്നുള്ളതാണ് ഇനി CPMന് മുന്നിലും കേരള കോൺഗ്രസ് എമ്മിന് മുന്നിലുമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. എന്തായാലും ജോസിനെ പിണക്കുക എന്നത് അത് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട പിണക്കലായി മാറുമെന്ന് CPM വിലയിരുത്തുന്നു. അതേസമയം ബിനു പുളിക്കക്കണ്ടം എന്ന CPM ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ആളിനെ തള്ളിയാലും അതൊരു പ്രാദേശിക വിഷയമായി ഒതുങ്ങുമെന്നും CPM വിലയിരുത്തുന്നതായി വേണം മനസ്സിലാക്കാൻ. എന്തായാലും പാലയിൽ വളരെ ഗൗരവമേറിയ വളരെ പ്രധാനപ്പെട്ട ചില മുന്നണി മര്യാദകളൊക്കെ പാലിക്കാനോ അല്ലെങ്കിൽ മുന്നണികളെ ഒപ്പമുള്ള ഘടകകക്ഷികളെ പിണക്കാതൊരു തീരുമാനത്തിലേക്ക് എത്തി CPM ജോസിന് മുന്നിൽ കോട്ടയം ജില്ലയിലെങ്കിലും വഴങ്ങുകയാണ്. കിരൺ, ശ്രീജിത്തെ, ഏറെ ഇടതു പാർട്ടി തന്നെയാണ് CPI. പലപ്പോഴും CPI തമ്മിലാണ് ഇത്തരം ഈ തർക്കങ്ങളൊക്കെ പലയിടത്തും ഉടലെടുക്കാറുള്ളത്. അവിടെ എവിടെയും ഇത്തരമൊരു വിട്ടുവീഴ്ചയ്ക്ക് CPM അങ്ങനെ തയ്യാറായിട്ടില്ല. സാധാരണഗതിയിൽ ഘടകകക്ഷികളോട് ഇത്തരത്തിലൊരു വിട്ടുവീഴ്ചയ്ക്ക്, അത് ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായാലും തയ്യാറാവുന്ന രീതിയും CPMനില്ല. പക്ഷെ അതെല്ലാം മറികടന്നുകൊണ്ട് ഇത് CPMൽ ആര് ചെയർമാൻ ആവണം എന്ന് തീരുമാനിക്കുന്നത് ജോസ് കെ മാണിയാണ് എന്ന അവസ്ഥയിലേക്ക്, അത്തരമൊരു ഉപാധി വെച്ചുകൊണ്ട് CPMനെ ആ ഉപാധിയിലേക്ക് കൊണ്ടെത്തിക്കാൻ ജോസ് കെ മാണിക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇത് പ്രാദേശികമായി മാത്രമല്ല സംസ്ഥാന തലത്തിലടക്കം ഇത്തരത്തിന് പലതരത്തിലുള്ള ചർച്ചകളിലേക്കൊക്കെ മാറാൻ സാധ്യതയുണ്ട്. ഇതിനെ ഏത് തരത്തിലാണ് ഈ CPMന്റെ ജില്ലാ നേതൃത്വമടക്കം വിശദീകരിക്കുന്നത്?
CPM-ന്റെ ജില്ലാ സെക്രട്ടറി AB റസൽ കഴിഞ്ഞ ദിവസം തന്നെ കോട്ടയത്ത് പാലയിലെത്തിയപ്പോൾ നേതാക്കളുമായി ആശയവിനിമയം നടത്തിയ ശേഷം പറഞ്ഞത് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച ആള് തന്നെ അങ്ങനെ ആകണം എന്നില്ല, അത് പാർട്ടി ആലോചിച്ച് തീരുമാനമെടുക്കും, അപ്പുറത്തുള്ള പാർട്ടികളെയൊക്കെ പരിഗണിക്കേണ്ടതുണ്ട് എന്നുള്ള വ്യക്തമായൊരു സന്ദേശം കൂടി AB റസൽ നൽകിയിരുന്നതാണ്. കിരൺ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കേരളത്തിൽ CPM-ന്റെ മുന്നണികളുമായിട്ടുള്ള ഘടകകക്ഷികളുമായിട്ടുള്ള ചരിത്രവും ബന്ധവും ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ MP വീരേന്ദ്രകുമാറിന് കോഴിക്കോട് സീറ്റ് നൽകാതെ അത് പിടിച്ചു വാങ്ങിയ ചരിത്രമുണ്ട്. പ്രേമചന്ദ്രന്റെ ഇപ്പുറത്ത് RSPയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. അവിടെയെല്ലാം ആ പാർട്ടികൾ മുന്നണി വിട്ടു പോകുന്ന സാഹചര്യവും വലിയ പ്രതിഷേധങ്ങളുമൊക്കെ ഉണ്ടായ ഒരു ചരിത്രം ഇടതുമുന്നണിയെ സംബന്ധിച്ചിട്ട് ഇന്ന് CPM കുറച്ചുകൂടി പ്രായോഗികമാവുകയാണ്. അവിടെ മധ്യ കേരളത്തിൽ കേരള കോൺഗ്രസ് M വഴി കിട്ടുന്ന വോട്ടുകൾ കേരള കോൺഗ്രസ് M-നാണോ ജോസഫ് ഗ്രൂപ്പിനാണോ വോട്ട് കൂടുതൽ എന്നത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ അവർ കണ്ടെത്തിയതാണ്. അവിടെ ജോസിന്റെ വോട്ടുകളെ തള്ളാൻ തൽക്കാലം വോട്ട് മേടിച്ച് തന്നെ വോട്ട് എന്ന പ്രധാനപ്പെട്ട ഘടകവും ജനപിന്തുണ എന്ന പ്രധാനപ്പെട്ട ഘടകവും തന്നെ പരിഗണിക്കാൻ CPM തീരുമാനിക്കുകയാണ്. അവിടെ പ്രായോഗിക രാഷ്ട്രീയത്തിലേക്ക് കുറച്ചുകൂടി ഇറങ്ങി നിൽക്കുകയാണ് CPM എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ വേണം ഈ തീരുമാനത്തെ കണക്കാക്കാൻ. CPM-നെ സംബന്ധിച്ച് കേവലം 1-2 ടൈം ഭരിക്കുക എന്നുള്ളതല്ല, തുടർ ഭരണങ്ങൾ ഉറപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് CPM ആഗ്രഹിക്കുന്നത്. ലീഗുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെയും നമ്മൾ കാണുന്നതാണ്. അവിടെയും അത്തരം പല ആഗ്രഹങ്ങളും CPM-നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും അതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ജോസിന് മുന്നിൽ ഇക്കാലത്തെ CPM വഴങ്ങി എന്നുള്ളത് ഒരു പരിധിവരെ അത് അവരുടെ ഒരു പ്രായോഗിക നിലപാട് എന്ന തരത്തിൽ മാത്രമേ തൽക്കാലം നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. കിരൺ. ശരി, ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പാലയിലെ ഇപ്പോഴത്തെ ഈ തീരുമാനം ഇനിയും കൂടുതൽ ചർച്ചകൾക്കും ഒക്കെ വഴിതെളിക്കുന്ന തീരുമാനം തന്നെയാണ്. സംസ്ഥാന രാഷ്ട്രീയത്തിലടക്കം അത്തരം ചർച്ചകൾ ഉയരാനുള്ള സാധ്യതയുണ്ട്. ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്, ഈ അടുത്ത തിങ്കളാഴ്ചയാണ് ബജറ്റ് സമ്മേളനം ആരംഭിക്കുന്നത്. അന്നാണ് ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം നടത്തേണ്ടത്. ആ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള കരടിന് മന്ത്രിസഭാ യോഗം ഇന്ന് അംഗീകാരം നൽകും. എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെയുള്ള കടുത്ത വിമർശനം ഈ നയപ്രഖ്യാപനത്തിൽ ഉണ്ടാകുമെന്നത് ഏറെക്കുറെ ഉറപ്പാണ്. പക്ഷേ സർക്കാർ എഴുതി നൽകുന്ന നയപ്രഖ്യാപനമാണ് ഗവർണർ സാധാരണഗതിയിൽ വായിക്കേണ്ടത്. അത് ഈ ഗവർണർ വായിക്കുമോ വിട്ടുകളയുമോ എന്നുള്ള വീണ്ടും ഒരു സർക്കാർ ഗവർണർ പോരിലേക്ക് അല്ലെങ്കിൽ അത്തരമൊരു ആകാംക്ഷയിലേക്ക് കൂടി കേരളം കടക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി VV അരുണാണ് ചേരുന്നത്. അരുൺ, എങ്ങനെയാണ് ഈ കരടിൽ സ്വാഭാവികമായും എഴുതി നൽകുന്നത് അപ്പടി ഗവർണർ വായിക്കണമെന്നാണെങ്കിലും പലപ്പോഴും ഗവർണർമാർ അതിൽ പല ഭാഗങ്ങളും വിട്ടുകളയാറുണ്ട്, ചിലതൊക്കെ നേരിയ രീതിയിൽ കൂട്ടിച്ചേർക്കാറുമൊക്കെ ഉണ്ട്. അത്തരം ആശങ്കകൾ കൂടി സർക്കാരിനും കാണുമല്ലോ. ഏതെങ്കിലും തരത്തിലുള്ള ആശയവിനിമയം ഗവർണറുമായി ഈ തരത്തിൽ നടത്തിയിട്ടുണ്ടോ? നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരട് തയ്യാറാക്കാൻ മന്ത്രി PHന്റെ അധ്യക്ഷതയിൽ ഒരു ഉപസമിതിയെ മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തിയിരുന്നു. ആ ഉപസമിതിയുടെ റിപ്പോർട്ടാണ്, കരട് റിപ്പോർട്ടാണ് മന്ത്രിസഭാ യോഗം പരിഗണിക്കുക. ഇന്ന് തന്നെ നയപ്രഖ്യാപന പ്രസംഗത്തിന് അന്തിമ രൂപം നൽകാനും ആലോചനയുണ്ട്. മന്ത്രിസഭാ യോഗം അംഗീകരിക്കുന്ന നയപ്രഖ്യാപന പ്രസംഗം ഗവർണർക്ക് അയച്ചു കൊടുക്കും. കേന്ദ്ര സർക്കാരിനെതിരെ സ്വാഭാവികമായും നയപ്രഖ്യാപന പ്രസംഗത്തിൽ വിമർശനങ്ങൾ ഉണ്ടാകും. നമുക്കറിയാം, കഴിഞ്ഞ തവണയൊക്കെ കേന്ദ്ര വിമർശനം വരുമ്പോൾ അതിൽ ഗവർണർ എടുത്ത നിലപാട് വളരെ ശ്രദ്ധേയമായിരുന്നു. തനിക്ക് വിയോജിപ്പുള്ളത് പറഞ്ഞുകൊണ്ട് വായിച്ചു പോവുകയായിരുന്നു ഒരു തവണ ഗവർണർ ചെയ്ത്. പലതവണ ഗവർണർ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പിടാതെയും മറ്റും സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ സർക്കാരും ഗവർണറും തമ്മിൽ നല്ല ബന്ധമാണ്, മോശം ബന്ധത്തിന്റെ കാലം കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് തന്നെ കടുത്ത നിലപാടിലേക്ക് ഗവർണർ പോകുമോ എന്ന കാര്യം പോകാനുള്ള സാധ്യത വിരളമാണ്. പ്രഖ്യാപന പ്രസംഗത്തിൽ സർക്കാർ എഴുതി കൊടുക്കുന്ന കാര്യം ഗവർണർ വായിക്കാൻ തന്നെയാണ് സാധ്യത. ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പ് പറഞ്ഞുകൊണ്ട് വായിക്കുമോ എന്ന കാര്യമാണ് ഈ അറിയേണ്ടത്. വളരെ നിർണായകമായ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിന് ഇന്ന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകും. 23-നാണ് നയപ്രഖ്യാപന പ്രസംഗം. തമിഴ്നാട്ടിലും മറ്റും കാണുന്നത് പോലെ സർക്കാരും ഗവർണറുമായ ഒരു ഏറ്റുമുട്ടലിന്റെ വേദിയായി ഈ തവണ നയപ്രഖ്യാപന പ്രസംഗം മാറാൻ സാധ്യതയില്ലെന്നാണ് വിലയിരുത്തൽ. പക്ഷേ ഗവർണറുടെ നിലപാട് ഇക്കാര്യത്തിൽ വളരെ നിർണായകമാകും. നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ഉള്ളടക്കം എന്ത് എന്നതിനനുസരിച്ചായിരിക്കും ഗവർണറുടെ തുടർ നീക്കങ്ങൾ. ശരി, VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്, പാലക്കാട് ധോണിയെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന PT-7 എന്ന കാട്ടാനയെ പിടിക്കാനായി ദൗത്യസംഘം അവിടെ എത്തിയിരിക്കുകയാണ്. ദൗത്യസംഘത്തിന്റെ പ്രവർത്തനം ഇന്ന് തന്നെ ആരംഭിക്കും. ദൗത്യസംഘത്തിന്റെ പ്രധാനപ്പെട്ട മയക്ക് വെടിവെക്കുന്നതിൽ വിദഗ്ധനായ ഡോക്ടർ അരുൺ സക്കറിയ ഇന്ന് വൈകുന്നേരത്തോടുകൂടി ദൗത്യ സംഘത്തിനൊപ്പം ചേരുകയും ചെയ്യും. എന്തായാലും എത്രയും വേഗം ഈ കാട്ടാനെ പിടികൂടാൻ ആവും എന്ന പ്രതീക്ഷയിലാണ്
നാട്ടുകാരും അതോടൊപ്പം തന്നെ ദൗത്യസംഘവും വനംവകുപ്പും എല്ലാം നിൽക്കുന്നത്. അവിടെ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് ചേരുന്നത്. പ്രസാദ്, എപ്പോഴാണ് ദൗത്യസംഘം അവരുടെ പണി തുടങ്ങുക? PT-7 പിടികൂടാനുള്ള ദൗത്യസംഘത്തിലെ ആദ്യം ടീം ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് പുലർച്ചെയാണ് 7 പേരടങ്ങുന്ന സംഘം എത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെയോ ഈ സംഘത്തോടൊപ്പം ചേരും എന്നതാണ് വനം വകുപ്പ് പറയുന്നത്. എന്തായാലും വേറെ നാളത്തെ ഇവിടുത്തെ ഒരു ആവശ്യമാണ് PT-7 പിടികൂടുക എന്നുള്ളത്. ആ ഒരു നടപടിയിലേക്ക് കടക്കുന്നു. ഇന്ന് നടക്കുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ: ഒന്ന്, ഈ PT-7 ഉള്ള സ്ഥലത്ത് പോയി പരിശോധന നടത്തുകയും എവിടെ വെച്ചാണ് മയക്കുവെടി വെക്കേണ്ടത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സ്ഥലപരിശോധന നടത്തുക. അതിനുശേഷം PT-7 പിടികൂടിയതിന് ശേഷം ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ഈ കൂട്ടിൽ ആണ് തളയ്ക്കാനായി ഇടുക. അതിൻ്റെ ബലപരിശോധന, ആ കൂടിൻ്റെ ബലപരിശോധന ഇന്ന് നടത്തും. അതോടൊപ്പം അരുൺ സക്കറി വന്നതിന് ശേഷമാണ് എവിടെ വെച്ചാണ് അതിനെ മയക്കുവെടി വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക്, ഓപ്പറേഷനിലേക്ക് കടക്കുക. നമ്മളോടൊപ്പം ഈ പ്രദേശവാസിയായ വിനോയ് കൂടി ചേരുന്നുണ്ട്. ഇപ്പോൾ നടപടിയിലേക്ക് കടക്കുകയാണ്. നിങ്ങളുടെ എല്ലാം ഏറെ കാലത്തെ ആവശ്യമായിരുന്നു PT-7 പിടികൂടുക എന്നുള്ളതാണ്. അല്പം വൈകി എങ്കിൽ പോലും ഇന്നു മുതൽ ആ ദൗത്യത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. എന്താണ് പറയാനുള്ളത്? സതുദ്ദേശപരമായിട്ടുള്ള രാഷ്ട്രീയ ഭരണ നേതൃത്വങ്ങളുടെ ഇടപെടലുകളെ എവിടെയൊക്കെയോ വനം വകുപ്പിനകത്ത് അതിനേക്കാൾ വലിയ അട്ടിമറിക്കാരുണ്ടോ എന്നുള്ള ചില സംശയങ്ങൾ നിലനിൽക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യാവസാനം ഉള്ള നടപടിക്രമങ്ങളിൽ വളരെ പെട്ടെന്ന് തന്നെ സക്രിയമായിട്ട് ഈ കാര്യങ്ങൾ നടക്കുമെന്ന് തന്നെയാണ് അറിഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും നമ്മൾ അത് തന്നെ പ്രതീക്ഷിക്കും. ഇപ്പോൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പക്ഷേ ഇന്നലെയും ചില വാർത്തകൾ വരുന്നതിൽ ചില അസ്വാഭാവികതകൾ വീണ്ടും കൂടി വരാനുണ്ട് എന്നുള്ള രീതിയിലൊക്കെ കേൾക്കുന്നു. അപ്പോൾ വീണ്ടും ഇതിനെ ഒരുപക്ഷെ ഒരു നിശ്ചിതമായിട്ടുള്ളൊരു ദിനങ്ങൾക്ക് അപ്പുറത്തേക്ക് വീണ്ടും തള്ളിക്കൊണ്ടുപോകാനോ ഇല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു അട്ടിമറി സാധ്യമാവുമോ എന്നൊക്കെ ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്നു കൊണ്ട് അത്തരത്തിലൊരു നീക്കം നടത്തുന്നുണ്ടോ ഇപ്പോഴും ആശങ്കയാണ് എന്നാണോ? തീർച്ചയായും വാർത്തകൾ ഇപ്പോൾ നിങ്ങൾ തന്നെയാണ് ഇന്നലെ അത്തരത്തിലൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അത് നമുക്കൊരു ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ കൃത്യമായിട്ട്, ഞാൻ പറഞ്ഞില്ലേ, ഭരണ നേതൃത്വത്തിൻ്റെ ഇടപെടലുകളെ വിശ്വസിക്കുക തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഇതിന് വഴങ്ങിയ എല്ലാ ഉദ്യോഗസ്ഥർ പെരുമാറുന്നെങ്കിൽ ആ രീതിയിൽ ഉദ്യോഗസ്ഥർ അതിൻ്റെ പ്രക്ഷോഭം വീണ്ടും തീർച്ചയായും അങ്ങനെയാണെങ്കിൽ മാത്രം, അല്ലാതെ എന്തെങ്കിലും കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ കാറടച്ച് വെടിവെക്കുന്നതല്ല. മറിച്ച് പക്ഷേ ഈ വാർത്തകളിൽ എന്തെങ്കിലും വസ്തുതയുണ്ടെങ്കിൽ ഇനി അതിന് ആവില്ല, ഇനി ക്ഷമിക്കാനാവില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ആണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യമെന്ന് പറയുന്നത് നമ്മളെല്ലാം പറഞ്ഞിരുന്നത്, അതായത് ഒരു കുങ്കിയാനയെ കൂടി കൊണ്ടുവരേണ്ടതുണ്ട്. അതിനുള്ള അനുമതി ചീഫ് വൈൽഡ് ലൈഫ് വാർഡിൽ നിന്നും ലഭിക്കണം. അത് ലഭിച്ചാൽ ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ ഇന്ന് വൈകിട്ട് തന്നെ വയനാട്ടിൽ നിന്നാണ് സുരേന്ദ്രൻ എന്ന കുങ്കിയാനയെ കൊണ്ടുവരേണ്ടത്. അതിനുള്ള നടപടിയിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് അധികൃതർ പറയുന്നത്. എന്തായാലും മറ്റ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി എന്ന് വനം വകുപ്പ് പറയുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഇത്തരം ചില ആശങ്കകൾ ഇനിയും കാത്തിരിക്കാൻ, നടപടിക്രമങ്ങളുടെ പേരിൽ കാത്തിരിക്കാനാവില്ല എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ടത് ഈ പ്രദേശത്തുകാരുടെ ക്ഷമ കൂടിയാണ്. കാരണം ഇപ്പോൾ വയനാടെല്ലാം കാട്ടാന ഇറങ്ങിയ സമയത്തും കടുവ ഇറങ്ങിയ സമയത്തും 1-2 ദിവസത്തിനകം തന്നെ അത് പിടിക്കാനുള്ള നടപടികളിലേക്ക് കടന്നിരുന്നു. എന്നിട്ട് പോലും തുടക്കത്തിൽ ഇവിടെ PT-7 പിടികൂടാനാണ് ആദ്യം വനം വകുപ്പിന്റെ ഉത്തരവിറങ്ങിയത്. പക്ഷേ അതിന് ശേഷമാണ് സുൽത്താൻ ബത്തേരിയിൽ കാട്ടാന ഇറങ്ങുകയും PM2 പിടികൂടാനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തത്. അങ്ങനെയാണ് ദൗത്യസംഘം പിന്നീട് വയനാട്ടിലേക്ക് മടങ്ങിപ്പോകുന്നത്. അതിനിടെ ഡോക്ടർ അരുൺ സക്കറിയയ്ക്ക് അദ്ദേഹത്തിന്റെ കാലിന് പരിക്കേൽക്കുന്നു. അതെല്ലാം ഭേദമായി അദ്ദേഹം ഇപ്പോൾ ഈ ടീമിനോടൊപ്പം ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെയോ ചേരും എന്നുള്ളതാണ്. ഇനി ഒരു നടപടിക്രമങ്ങളിലേക്ക് കാത്തു നിൽക്കാൻ ആവില്ല. 2-3 ദിവസത്തിനകം തന്നെ ഈ നടപടികൾ പൂർത്തിയാകണം. നേരത്തെ തന്നെ ജനകീയ സമിതി ഇന്നലെ നമ്മളോട് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത് 22-നകം. പാലക്കാട് നിന്നും പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും എത്രയും വേഗം തന്നെ ഈ PT-7 പിടികൂടാനാവുമെന്ന് പ്രതീക്ഷിക്കാം. വീണ്ടും ഒരു കാട്ടാനക്കൂട്ടം ഇറങ്ങിയ വാർത്ത തന്നെയാണ്. മലമ്പുഴ ചെറാട് ആണ് കാട്ടാനക്കൂട്ടം ഇറങ്ങി നെല്ലും വാഴകൃഷിയുമെല്ലാം നശിപ്പിച്ചത്. തെങ്ങ് കുത്തിമറിക്കുകയും ചെയ്തു. പ്രദേശവാസിയുടെ മതിലും ആന തകർത്തിട്ടുണ്ട്. ധോണിക്ക് പുറമെയാണ് കാട്ടാനക്കൂട്ടം ചെറാട് മേഖലയിലും ഇറങ്ങിയത്. ഇനിയും പ്രധാനപ്പെട്ട പല വാർത്തകളും വരാനുണ്ട്. ആ വാർത്തകൾ വരുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേളയിലേക്ക്. തൊഴിലാളികൾ ശമ്പള വർധനം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അടച്ചുപൂട്ടിയ ഏലൂർ VRL ലോജിസ്റ്റിക്സ് വീണ്ടും തുറക്കാൻ സാധ്യത തെളിയുന്നു. ജോയിന്റ് ലേബർ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ കൂലി പുതുക്കലുമായി ബന്ധപ്പെട്ട പുതിയ നിർദ്ദേശങ്ങൾ നൽകാൻ മാനേജ്മെന്റ് ആവശ്യപ്പെട്ടു. മാനേജ്മെന്റ് നിർദ്ദേശിക്കുന്ന ഏതു വേതനത്തിനും ജോലിയെടുക്കാൻ തയ്യാറാണെന്ന CITU അടക്കമുള്ള യൂണിയനുകളും സമ്മതിച്ചിട്ടുണ്ട്.
കൂടുതൽ വിവരങ്ങളുമായി MS അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, ഇങ്ങനെ ഒരു വ്യവസായ സ്ഥാപനം അടച്ചുപൂട്ടലിലേക്ക് നീങ്ങുന്നു എന്നത് ആദ്യം റിപ്പോർട്ട് ചെയ്തത്, അവിടുത്തെ പ്രതിസന്ധി എന്താ എന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്തത് അനീഷ് തന്നെയാണ്. ഇപ്പോൾ വീണ്ടും എന്തായാലും ഇരുഭാഗവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരിക്കുന്നു. ആ സ്ഥാപനം തുറക്കാൻ പോകുന്നു. എന്തൊക്കെയാണ് വ്യവസ്ഥകൾ? തീർച്ചയായും അങ്ങേയറ്റം പ്രതിരോധാത്മകമായ നിലപാട് തന്നെയാണ് ഇരുപക്ഷവും നേരത്തെ സ്വീകരിച്ചിരുന്നത്. എന്നാൽ ഇന്നലെ ജോയിന്റ് ലേബർ കമ്മീഷന്റെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിലാണ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്നു എന്ന സൂചനകൾ ലഭിച്ചിരുന്നത്. 140 രൂപയായിരുന്നു ഒരു ടണ്ണിന് കയറ്റർ കൂലിയായി ലഭിച്ചത്. ഇത് 160 രൂപയെ വർദ്ധിപ്പിക്കാമെന്ന് നേരത്തെ മാനേജ്മെന്റ് പറഞ്ഞിരുന്നു. പക്ഷേ 200 രൂപയിൽ കുറഞ്ഞത് നിരക്ക് സമ്മതിക്കില്ല എന്ന പിടിവാശിയിലായിരുന്നു CTU. ഇതേ തുടർന്നാണ് അവർ പ്രവർത്തനം അവസാനിപ്പിക്കുകയും കമ്പനി പൂട്ടുകയും ചെയ്തത്. എന്തായാലും സർക്കാരിൽ നിന്നും ശക്തമായ സമ്മർദ്ദമാണ് BRന് ചുമത്തിയിരുന്നത്. അതും കൂടെ കണക്കിലെടുത്താണ് ഒരുപക്ഷെ ഒരു വിട്ടുവീഴ്ചയിലേക്ക് നീങ്ങുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓരോ വർഷവും 10 രൂപ വീതം വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ളൊരു പാക്കേജാണ് ഇപ്പോൾ CTUയും INTUCയും തയ്യാറാക്കി മാനേജ്മെൻറ്റിന് നൽകിയിരുന്നത്. നേരത്തെ ഒരു സാഹചര്യത്തിലും വീണ്ടും പ്രവർത്തനം ആരംഭിക്കില്ല എന്ന് വ്യക്തമാക്കിയ മാനേജ്മെൻറ്റ് ഇന്നലെ പുതുക്കിയ നിർദ്ദേശം നൽകാൻ പറയുകയായിരുന്നു. ഇതേ തുടർന്ന് ഈ വർഷം 10 രൂപ വർദ്ധിപ്പിക്കും, അടുത്ത വർഷവും 10 രൂപ വർദ്ധിപ്പിക്കും, അതിന് അടുത്ത വർഷവും 10 രൂപ വർദ്ധിപ്പിക്കും. എന്തായാലും ഒറ്റയടിക്ക് 20 രൂപ വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞിടത്താണ് ഇപ്പോൾ അതിൽ നിന്ന് പോലും ഇളവ് വരുത്തി യൂണിയനുകൾക്ക് പണിയെടുക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നത്. എന്തായാലും ഈ ഒരു പ്രപ്പോസൽ ഇന്ന് നൽകും എന്നാണ് യൂണിയനുകൾ അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം അടുത്ത തിങ്കളാഴ്ചയ്ക്ക് ശേഷം ഇതിൽ ചർച്ച നടത്താം എന്നാണ് ഇപ്പോൾ മാനേജ്മെന്റ് പറയുന്നത്. കിരൺ. ശരി, MS അനീഷ് കുമാറാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ന്യൂസ് റൂം ലൈവ് തൽക്കാലം പൂർണ്ണമാവുകയാണ്. 10 മണിക്ക് ശേഷം വീണ്ടും ആരംഭിക്കും. ഇതിനിടയിൽ പോലീസ് പെട്രോൾ.